24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആദിവാസി ഊരുകളിൽ പ്രതിഷേധം വ്യാപിക്കുന്നു. ഉൾവനത്തിൽ കാൽനടയായി മാത്രമെത്താവുന്ന വീരൻകുടിയിലെ മുഴുവൻ ജനങ്ങളും റൂബിൻ ലാലിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി. പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നീതി ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് റൂബിന്റെ മാതാവ് ആവശ്യപ്പെട്ടു. കള്ളപ്പരാതി നൽകിയ വനംവകുപ്പ് ബീറ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസിനെയും ലോക്കപ്പിൽ മർദ്ദിച്ച അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിനെയും സംരക്ഷിക്കാൻ ഉന്നതതല ഇടപെടൽ തുടരുന്ന സാഹചര്യത്തിലാണ് റൂബിന്റെ മാതാവ് രജനി മണിലാൽ മുഖ്യമന്ത്രിയോട് നീതി തേടിയത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത ശേഷം അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേസിൽ നിർണായക തെളിവായിരുന്ന റൂബിൻ ലാലിന്റെ മൊബൈൽ ഫോൺ അടക്കം തകർത്ത CI അതിരപ്പള്ളിയിൽ തുടർന്നാൽ മറ്റ് തെളിവുകളും നശിപ്പിക്കുമെന്നാണ് ആശങ്ക. അച്ചടക്ക നടപടിയെന്ന വ്യാജേന ജാക്സൺ ഫ്രാൻസിസിന് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റിയത് പുനഃപരിശോധിക്കണമെന്നും മാതാവ്. ഞങ്ങളൊരു പാർട്ടി കുടുംബമാണ്. പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് 2 മക്കളാണുള്ളത്. അതിലൊരുത്തനെ പോലീസ് കൊണ്ടുപോയിട്ട് 3 ദിവസമായി. എൻ്റെ മോനെ വിട്ട് കിട്ടണം. ഒരു കുറ്റവും ചെയ്യാണ്ട് നിരപരാധിയായിട്ട് വാർത്ത പിടിക്കാൻ പോയ എൻ്റെ മോനെയാണ് ഈ ആക്രമണം ചെയ്തിട്ടേക്കണം. നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം എടുക്കും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട്. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യണം. റൂബിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ ആദിവാസി മേഖലകളിൽ പ്രതിഷേധം ശക്തമാണ്. മലക്കപ്പാറയിൽ നിന്ന് 5 കിലോമീറ്റർ ഉൾവനത്തിൽ കാൽനടയായി മാത്രമെത്താൻ കഴിയുന്ന വീരൻകുടി ഊരിൽ ആദിവാസികൾ പ്രതിഷേധിച്ചു. എല്ലാവരും ഇപ്പൊ പോകാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കും. എവിടെ സമരത്തിന് വിളിച്ചാലും നമുക്ക് പോകും. ഈ രൂപിക്കാൻ വേണ്ടി ഞങ്ങൾ മരിക്കാൻ വേണ്ടി ഒരുങ്ങും എല്ലാവരും. അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോ രൂപിനെ പിടിച്ചു കാരണം കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കള്ളക്കേസിൽ ഭയങ്കര ഇതാക്കി പ്രശ്നമാക്കി ഞങ്ങൾക്ക് ആ പാറപ്പുറത്ത് ഇരുന്നപ്പോ അതിൽ പോലെ ഇരിക്കാൻ സമ്മതിക്കാതെ ഞങ്ങളിപ്പോ രൂപി എല്ലാ സഹായം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കാരണം കൊണ്ട് എല്ലാത്തിലും കള്ളക്കേസ് മാത്രമേ ഉള്ളൂ. ഈ പോലീസുകാർക്ക് പണി എവിടെ കിട്ടുമെന്നാണ് അവർ വിചാരിച്ച് നടക്കുന്നത്. പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വൻ സന്നാഹത്തെ ഉപയോഗിച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. റൂബിനെ അടിവസ്ത്രത്തിൽ നിർത്തി ലോക്കപ്പിൽ മർദ്ദിച്ചതിൽ DIG അജിത ബീഗം അന്വേഷണം ആരംഭിച്ചു. DYSP അശോക് SP നവനീത് ശർമ്മയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ട് IG തള്ളിയിരുന്നു. 24 തൃശൂർ.